നമസ്തേ പ്രിയമിത്രങ്ങളെ, ഇന്ന് നമ്മൾ അറിയുവാൻ ശ്രമിക്കുന്ന നക്ഷത്രങ്ങൾ അത്തം, ചിത്തിര, ചോതി എന്നീ നക്ഷത്രങ്ങളുടെ തലങ്ങളാണ്. 2026 അത്തം, ചിത്തിര, ചോതി എന്നീ നക്ഷത്ര ജാതർക്ക് ഏതൊക്കെ രീതിയിലാണ് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഒന്നറിയുവാൻ ശ്രമിക്കാം. 2026 അത്തം നക്ഷത്ര ജാതർക്ക് ആകെ മൊത്തത്തിൽ ഗുണമാണ് പ്രദാനം ചെയ്യുന്നത്. കർമ്മ രംഗത്ത് വിജയവും, രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനഹൃദയങ്ങളിൽ ഇടം തേടാനുള്ള അവസരവും ജനങ്ങളുടെ സ്വീകാര്യതയും ലഭിക്കുവാനുള്ള സാധ്യത വളരെയധികമായി കാണപ്പെടുന്നു. എന്നാൽ ആരോഗ്യം അത്ര സുഖകരമാകാനുള്ള സാധ്യത കാണുന്നില്ല താനും. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ജനങ്ങളിലേക്ക് അവർക്ക് ഉപകാരപ്രദങ്ങളായ കാര്യങ്ങൾ എത്തിക്കുവാൻ ശ്രമിക്കുകയും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും അനുഭവിക്കുവാൻ കഴിയുകയും സാമ്പത്തികമായുള്ള ഉന്നതി, വ്യവഹാരങ്ങളിൽ അതായത് കേസുകളിൽ വിജയം, അതോടൊപ്പം മനസമാധാനം ഇവ കാണപ്പെടുന്നുണ്ട്. നമ്മളുടെ അശ്രദ്ധ മൂലവും വീണ്ടും വിചാരമില്ലാത്ത പ്രവർത്തികൾ മൂലവും ചില ചെറിയ ചെറിയ സങ്കടങ്ങളും കഷ്ടനഷ്ടങ്ങളും ഒക്കെ എത്തപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും 2026 ഈ നക്ഷത്രയാത്രയെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ പരുക്കുകളെ നൽകുന്നതല്ല, ഗുണപരമാണ് എന്ന് തന്നെ പറയാം. ഇനിയും ഏതെങ്കിലും രീതിയിലുള്ള സങ്കടങ്ങളോ കഷ്ടങ്ങളോ എത്താൻ സാധ്യതയുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജന്മത്ത് അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളും സങ്കടങ്ങളും കഴിഞ്ഞ ജന്മത്ത് നമ്മൾ ആർജിച്ച പുണ്യപാപങ്ങളുടെ പരിണിത ഫലമാണ്. അതുകൊണ്ട് തന്നെ ആ പൂർവ്വജന്മാർജിതമായി നമ്മുടെ ചുമലിലേക്ക് എത്തപ്പെട്ടിട്ടുള്ള ആ പാപഭാണ്ഡത്തിന്റെ സങ്കട ഭാണ്ഡത്തിന്റെ തീവ്രത കുറയ്ക്കുന്നതിലേക്ക് വേണ്ടി ഈശ്വര ഭജനം നടത്തുന്നത് വളരെ ഗുണപ്രദമാണ്. തങ്ങൾക്ക് എത്താൻ സാധ്യതയുള്ള സങ്കടങ്ങളെ അകറ്റുവാനും ഈശ്വരപ്രീതി ലഭിക്കുവാനും ഈ നക്ഷത്രയാത്രക്ക് ആശ്രയിക്കാവുന്നത് ദേവി ദേവ ക്ഷേത്ര ദർശനവും നാമജപവും സൽക്കർമ്മങ്ങളുടെ ഭാഗമാകുവാനുള്ള ശ്രമവും ശ്രദ്ധയുമുണ്ടെങ്കിൽ കൂടുതൽ ഐശ്വര്യത്തെ കരകതമാക്കി 2026 മറികടക്കാൻ കഴിയുക തന്നെ ചെയ്യും. ഇനിയും നമ്മൾ അറിയുവാനായി ശ്രമിക്കുന്നത് ചിത്തിര നക്ഷത്ര ജാതരെ പറ്റിയാണ്. 2026 ഈ നക്ഷത്ര ജാതർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും പകുതി കഴിഞ്ഞാൽ ഗുണം ഒരല്പം കൂടാനുള്ള സാധ്യതയാണ് കാണപ്പെടുന്നത്. അത് ഏതൊക്കെ രീതിയിലാണ് എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ